ശ്രീ പ്രശാന്ത്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളം മുഴുവൻ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ മത തീവ്രവാദികളുടെ ഒരു ഹബ്ബായി മാറുന്നു എന്ന് പല വാർത്തകളും വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മത തീവ്രവാദികളുടെ ക്യാമ്പുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നതായിട്ടാണ് NIAക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പലയിടങ്ങളിൽ ചില പോക്കറ്റ് ഇടങ്ങളിലാണ് ഇവരുടെ താമസവും. ആര് വരുന്നു പോകുന്നു എന്നൊന്നും പോലും തൊട്ടയൽപക്കത്തുള്ളവർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. അതുപോലെ പലസ്തീൻ അനുകൂലമായിട്ടുള്ള ചില പോസ്റ്ററുകളുമൊക്കെ ഈ സമീപകാലത്ത് കൂടുതലായിട്ട് പലയിടങ്ങളിലും പതിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ തീവ്രവാദ രീതിയിലുള്ള പോസ്റ്ററുകളുമാണ് നഗരത്തിൽ പലയിടങ്ങളിലും ചുമരുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് ഈ VS അച്യുതാനന്ദൻ മുമ്പ് ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. കേരളം ഇവരുടെ ഒരു ക്യാമ്പായി മാറുകയാണ്. 2047 ഇവർ ലക്ഷ്യമിടുന്നത് അതിഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത്. ഇവരുടെ ലക്ഷ്യം കലാപം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ലേ വിലയിരുത്താൻ കഴിയുന്നത്? അതെ, അത് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്, അത് പറയാൻ സാധിച്ചു. അദ്ദേഹം ആയതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞു. അതിനുശേഷം കേരളം ഭരിച്ചിരുന്ന പല മുഖ്യമന്ത്രിമാർക്കും ഓരോ ദിവസവും സംസ്ഥാനത്ത് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അവർക്ക് റിപ്പോർട്ട് കിട്ടുന്നതാണ്. അതിനകത്ത് ഇതെല്ലാം വരും, ഇതിനകത്തൊന്നും മറച്ചു വയ്ക്കത്തൊന്നുമില്ല. പക്ഷേ അത് വെളിയിൽ പറയുന്നതിനോ അല്ലെങ്കിൽ അത് പറഞ്ഞാൽ ഒരു സംഘടിതമായ വോട്ടിനകത്ത് കുറവ് വരുമെന്നൊക്കെ വിചാരിച്ചാണ് ഇതൊക്കെ വെളിയിൽ പറയാതെ പോവുകയും, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നതിന് പോലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും കൃത്യമായ നിലപാടെടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് 2014 മുമ്പ് ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ്, പരസ്യമല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഈ പറയുന്ന IS പോലെയും അല്ലെങ്കിൽ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പോലെ ഏതെങ്കിലും ഒരു സംഘടനയുടെയെങ്കിലും ഒരു സ്ലീപ്പർ സെൽ ഉണ്ടെന്നാണ് ആയിരുന്നു അവരുടെ കണ്ടെത്തൽ. ഇത് വളരെ വിദഗ്ധമായിട്ടൊരു 10 കൊല്ലം, ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് മോദിയുടെ നേതൃത്വത്തിൽ ഭരണം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ല ഇത് ആരൊക്കെ എന്തൊക്കെയാ തീവ്ര നിലപാടുള്ളവരൊന്നും പറയാനൊക്കത്തില്ല, ഏതൊക്കെ വേഷത്തിലാണ്. എന്നാലും ഇതിൻ്റെ ആ പഴയ സാന്നിധ്യം അത്ര വലിപ്പത്തിൽ ഇന്ത്യയിലുടനീളം ഇല്ല എന്നാണ്, അല്ലെങ്കിൽ പഴയതുപോലെ ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്നാലും ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളതും അല്ലെങ്കിൽ ഏറ്റവും രഹസ്യ സ്വഭാവത്തിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കേരളമാണ്. ഇതിനകത്ത് നേരത്തെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ തീവ്രവാദ സാന്നിധ്യം, ഭീകരവാദ സാന്നിധ്യം ഉള്ളത് കാശ്മീർ കഴിഞ്ഞാൽ കേരളത്തിലാണെന്നാണ് നമുക്കുള്ള റിപ്പോർട്ട്. വളരെ കാലം മുമ്പേ ഉള്ള റിപ്പോർട്ടാണ്. ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സാറിന് മനസ്സിലാവുമല്ലോ, ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ലേ ഇതുപോലെ സൈലൻ്റ് ആയിട്ടുള്ള വാർത്തയുള്ളൂ. നേരത്തെ ഇത് വളരെ ബോംബിംഗ് ആയിട്ട് വന്നില്ല. ഈ പറയുന്നത് പോലെ പല പെൺകുട്ടികളും സിറിയയിൽ പോകുന്നു, അല്ലെങ്കിൽ പല യുദ്ധങ്ങളിലും മരിച്ചു വീഴുന്നത് കേരളത്തിൽ നിന്നുള്ളതാവുന്നു, അല്ലെങ്കിൽ മലപ്പുറം പോലെയും കോഴിക്കോടാണ്, മലപ്പുറത്തെക്കാട്ടി കോഴിക്കോട് പോലെയുള്ള ജില്ലകളിൽ നിന്നും വളരെ സംശയാസ്പദമായിട്ട് കുടുംബങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും കാണാതെ പോകുന്നു. പിന്നെ അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതാകുന്നു. ഏറ്റവും അടുത്ത പത്തനംതിട്ടയിൽ നിന്നൊരു കൊച്ചിനെ കാണാതെ പോയിട്ട് എന്തെങ്കിലും ഒരു ഏതെല്ലാം നമുക്ക് ഏറ്റവും അടുത്തറിയാം ജസ്ന, ഏതെല്ലാം അന്വേഷണം വന്നിട്ടും അതിനെ കണ്ടെത്താനോ അതിൻ്റെ ഉറവിടം കണ്ടെത്താനോ സാധിക്കാത്തൊരു ഇതെല്ലാം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ ആഭ്യന്തര യുദ്ധമൊക്കെ വരുമ്പോൾ മരിച്ചു വീഴുമ്പോഴാണ് റിപ്പോർട്ട് വരുന്നത്. അതായത് എവിടെ തീവ്ര നിലപാടുള്ളെങ്കിൽ ഭീകരവാദികൾ മരിച്ചാലും അത് തിരഞ്ഞ് ഇങ്ങ് കേരളത്തിലാണ് അതിൻ്റെ വേരെന്നുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പോലും കേൾക്കാത്ത പല തീവ്ര ഗ്രൂപ്പുകളും ഭീകര ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് ലോകത്തുറന്നിലും. അങ്ങനെയുള്ള പ്രാവശ്യം പിടിച്ചപ്പം നമ്മുടെ വളക്കൂറുള്ള മണ്ണായിട്ട് മാറുകയാണ് ഇത്. ഇവിടെ വളരെ സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്, മനസ്സിലായി. മാത്രവുമല്ല അവർക്ക് പരിശീലനം നൽകുന്നതിന് ഇപ്പം വളരെ കാലം മുമ്പ് മലപ്പുറത്തുനിന്ന് ഒരു മലയുടെ മണ്ടയ്ക്ക് കയറി NIAക്കാർ പിടിച്ചുകൊണ്ട് പോയപ്പോഴേ ഭീകരന്മാരാണെന്ന് മനസ്സിലായത്. അതായത് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം അതുപോലെ ഇങ്ങനെ കുറേ ജില്ലകളിൽ നിന്നപ്പുറം ഈ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ സാർ പോയിട്ടുണ്ടെങ്കിൽ സാറിനത് മനസ്സിലാവും. വളരെ സേഫായിട്ടുള്ള വിജനമായി കിടക്കുന്ന വളരെ കൂടുതൽ ഏരിയകളുണ്ട്. അതിൽ ഹില്ലി ഏരിയകൾ, അതുപോലെ ഫോറസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വിധ്വംസക പ്രവർത്തനത്തിന് യോഗ്യമാകുന്ന രീതിയിൽ ഉള്ള കാര്യമുണ്ട്. ഇപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത്
സാന്നിധ്യമെന്ന് കണ്ടിട്ട് ഒരു പോസ്റ്റർ UAE കോൺസുലേറ്റിൻ്റെ അവിടെ പോസ്റ്റർ വരുന്നു. ആ പോസ്റ്റർ ഈ പറയുന്ന പോലെ പാലസ്തീൻ അനുകൂലം അല്ലെങ്കിൽ മത തീവ്ര ഗ്രൂപ്പുകളുടെ പോസ്റ്ററുകൾ അതുമായിട്ട് സാമ്യം വരുന്നു. അപ്പോൾ അയാളെ തിരക്കുമ്പോൾ ഒരു മുഹമ്മദ് ഇക്ബാൽ, അയാൾ അവിടെ ഒരു ഹോട്ടൽ ജോലിക്കാരനാണ്. അയാൾ താമസിക്കുന്നിടത്ത് പോലീസ് റെയ്ഡ് ചെയ്യുന്നു, NIA റെയ്ഡ് ചെയ്യുമ്പോൾ അവിടുന്ന് ഈ പറയുന്ന പോലെ ലഹരിരേഖകളും മറ്റ് ഈ തീവ്ര നിലപാടുള്ള അല്ലെങ്കിൽ ലഹരികൾ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ ഒറ്റയ്ക്കുള്ളതെന്നാണ് പറയുന്നത്. ഇവൻ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയ ആളായിട്ട് NIAക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും അല്ലെങ്കിൽ അവൻ്റെ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരവസ്ഥയുണ്ട്. ഒരു പക്ഷേ ഇവൻ ഒറ്റയ്ക്കായിരിക്കത്തില്ലല്ലോ. കാരണം ഇവനെ ഇപ്പോൾ ഇവൻ്റെ ID പ്രൂഫ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള, പക്ഷേ അത് വ്യാജമാണെന്നാണ് NIA ഇപ്പോൾ ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഇതിന് ഒരു ഉറവിടം എല്ലായിടത്തും ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് ആൾ വരിക, പശ്ചിമ ബംഗാളിൽ വരിക, അവിടുന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ് എല്ലാം ഒപ്പിക്കുക, എന്നിട്ട് അത് വോട്ടാക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഇത്രയും തീവ്ര നിലപാടുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വിഷയം വന്നപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി കിടന്ന് വെള്ളം വിളിച്ചു പോയത്. അയ്യോ ഓടി വായോ. അവർക്കറിയാം അവിടെ എന്തൊക്കെ അവർ തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുള്ള എന്തൊക്കെയാണെന്നറിയാം. ഒരു 6-7 ജില്ലകളിപ്പം തീർത്തും മുസ്ലിം തീവ്രവാദികളുടെ മാത്രം കയ്യിലാണ് നിൽക്കുന്നത്. വേറെ ആൾക്കാരില്ല, അവർ ഓടിച്ചു കഴിഞ്ഞുള്ളൂ. അതുപോലെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്ന് പിടിച്ച ഒരു സാറ് കണ്ടായിരിക്കും, ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഒരു ബംഗാളി എന്ന് പറഞ്ഞവനെ പിടിച്ചു. അവൻ പറഞ്ഞ ഞാൻ ബംഗ്ലാദേശുകാരനാണ്, എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് സംവിധാനങ്ങളെല്ലാം ഒപ്പിച്ചു തന്നു. ആരെ ഒപ്പിച്ചു തന്നു? കോൺഗ്രസ്സുകാരെ ഒപ്പിച്ചു തന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം അത് വളരെ വൈറലായിക്കൊണ്ടിരിക്കുക ആ വീഡിയോ. അപ്പം ഇത്തരത്തിൽ തീവ്ര നിലപാടുള്ള ആൾക്കാരെ അറിയാതെ പറ്റുന്നതല്ല, അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പം തന്നെ അവനെ ഇവിടെ കയറ്റിയെന്തിനാ? വോട്ടും കിട്ടും, വേറെ ചില ആൾക്കാരുടെ താല്പര്യവും സംരക്ഷിക്കും. ആ താല്പര്യം ആരുടെ താല്പര്യമോ? ആ താല്പര്യം എന്തിൻ്റെ താല്പര്യമോ? അതായത് ഇന്ത്യ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ താല്പര്യം. ആരുടെ താല്പര്യം? ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്നവരുടെ താല്പര്യം, വിദേശ ശക്തികളുടെ താല്പര്യം, ഇന്ത്യ വിരുദ്ധരുടെ താല്പര്യം. അപ്പോൾ അത് നമ്മൾ വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗമാവുന്നതിന് നാളെ ഇന്ത്യ ഭരിക്കാനും നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്നലകളിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിൽ വിദേശ ശക്തികളുടെ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധരുടെയും താല്പര്യം സംരക്ഷിക്കാൻ നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം. കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ വ്യക്തത ആൾക്കാർക്ക് വരുത്തി കൊടുക്കണം സാർ. അല്ല, അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം രാജ്യദ്രോഹിയായിട്ടുള്ള ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും അത് തെളിയുന്ന സമയത്ത് ജനം അറിയട്ടെ. അല്ലെങ്കിൽ ഇത് രാജ്യദ്രോഹിയായിട്ടുള്ള ആളാണ് നാളെ കാലത്ത് ഇന്ത്യയുടെ തലപ്പത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ജനം അറിയട്ടെ. അപ്പോൾ അത് വ്യക്തത വരുത്തി കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഗവൺമെൻറ്റുകൾ തയ്യാറാണ്. ഇത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഹൈഡ് ചെയ്തതായിട്ട് നിയമപരമായിട്ട് അങ്ങനെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഹൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇന്നതിൻ്റെ ആളാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വേണം. കാരണം നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇത്തരത്തിൽ ഇതുപോലുള്ള ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ കയ്യിൽ നിന്നും കോടാനുകോടി രൂപ പാർട്ടിയുടെ ഫണ്ടും അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയൊക്കെ മേടിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പല പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും മക്കൾ വിദേശത്ത് പഠിക്കുന്നതിന് ഇതുപോലുള്ള ഛിദ്രശക്തികൾ ഫണ്ട് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. അതായത് ഡീപ് സ്റ്റേറ്റ് പോലെയും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളിലെയും അവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തികളെ കൃത്യമായിട്ട് രാഷ്ട്രീയത്തിനകത്തും അവർ വരുന്നതിന് വേണ്ടിയുള്ള സഹായം അവർ ചെയ്തു കൊടുക്കും. വന്നു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം സംരക്ഷിക്കും. വ്യക്തിപരമായിട്ട് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റെല്ലാ രീതിയിലും സഹായിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഏതായാലും NIA വളരെ കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് അതിനു മുമ്പ് അവിടെ ഒരു ദേവിയുടെ അല്ലെങ്കിൽ ഈ പടമുണ്ടല്ലോ നമ്മുടെ ഇന്ത്യ, ആ പടം കുത്തിക്കീറിയ ഒരു അവസ്ഥയുണ്ട്. കാരണം ഭാരത് മാതാവിൻ്റെ പടം കുത്തിക്കീറിയ ഒരു അവസ്ഥ. അതായത് തിരുവനന്തപുരത്ത് പല പ്രദേശങ്ങളിലും കുറേ കാലങ്ങളായിട്ട് ഇതുപോലെ തീവ്ര നിലപാടുള്ള ആൾക്കാർ, അതായത് ഇവർ പല ചെറിയ ചെറിയ ഹോട്ടലുകളിലെ ഷോപ്പുകളിലെ അതുപോലെ പിന്നല്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതിനിടയിലും അതൊരു മറയാക്കി അവരാണ് അവർ പറയാതെ അവർക്ക് ഇത് അറിയാതെയും ഉറവിടങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഇവനെ താമസിപ്പിച്ചതിൻ്റെ മുതലാളിയെ വിളിച്ചിട്ട് അയാൾ ഇതുവരെ ചോദ്യം ചെയ്യാൻ വന്നിട്ടില്ല. കാരണം ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ അറിയാൻ പറ്റും, അറിയാതെയാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ കൂടുതലായിട്ട് ഇവരെയൊക്കെ താമസിപ്പിക്കുന്നതിന് ഈ കൂടുതലായിട്ട് ഫണ്ടും കാര്യങ്ങളും കോടികളും ഒക്കെ കിട്ടും. അമ്പലത്തറ ഭാഗത്ത് പരുത്തുരുത്തി എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും. അതെ, സാറിനൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. കേരളം സേഫ് അല്ല. ഇപ്പം ഈ പറയുന്ന പോലെ SDPIക്കാരൻ്റെയും PFIക്കാരൻ്റെയും
അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും ലേബർ എന്തോ മറ്റേ വെൽഫെയർ വെൽഫെയർ പാർട്ടിയുടെയൊക്കെ വോട്ട് പിടിക്കാൻ നിൽക്കുന്നവർക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ വോട്ട് വേണമെങ്കിൽ അവർ ഇതിൻ്റെയൊക്കെ ഭാഗമാണല്ലോ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഭാഗമാണല്ലോ. SDP-കാരൻ 2047 ഇന്ത്യ മഹാരാജ്യം മുസ്ലിം രാജ്യമാക്കാൻ നിന്നവൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റത്തില്ല. അവരുടെ വോട്ട് കിട്ടണമെങ്കിൽ, അവരുടെ സഹായം കിട്ടണമെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. അപ്പം അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളിടത്തോളം കാലം ഇവർക്ക് തണലേകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്.